ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. രാവിലെ തന്നെ ലൈവില് നമ്മുടെ അനീഷ് ഒരു കൂട്ടത്തല്ലിന് തുടക്കം ഇട്ടിരിക്കുകയാണ്. സംഭവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചണിലെ ആ ഒരു കൗണ്ടർ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്തിട്ടിട്ടില്ല. ആ ഒരു കാര്യം അത് ബിന്നിയാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. ഇപ്പൊ കിച്ചൺ ക്യാപ്റ്റന്റെ അടുത്ത് പറയുന്നു. പിന്നെ ചോറ് ഇച്ചിരി വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബിന്നി, അതിൽ ഉറുമ്പ് കയറി അത് വേസ്റ്റ് ആയി പോകുന്ന പോലെ അനീഷ് കണ്ടു. അപ്പൊ ഇത് രണ്ടും പറഞ്ഞിട്ട് അനീഷ് ആത്തിച്ചങ്ങ് വിടുകയാണ്, ഒരു ഫൈറ്റ് അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ അതിന് പിന്നാലെ ജിസയില്, ആര്യൻ, അക്ബർ ഇവരെല്ലാവരും കൂടി വരുന്നുണ്ട്. ജിസയിലാണെങ്കിൽ ബിന്നിയായിട്ട് ഫൈറ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ബിന്നി അവിടെ നിർത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, ജിസയിലും അനീഷും എല്ലാവരും കൂടി. പിന്നെ ലക്ഷ്മി വരുന്നുണ്ട്, അതേപോലെ തന്നെ പലരും അവിടെ വരുന്നുണ്ട്. കിച്ചൺ ഏരിയയില് ക്യാമറ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി വരുമല്ലോ. അപ്പൊ അനീഷ് രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഫൈറ്റിന് തുടക്കം ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ ലൈവില് നല്ല രീതിയിൽ തന്നെ കത്തിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫൈറ്റ്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മുടെ അനീഷ് വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എത്രയൊക്കെ ഫൈറ്റ് ചെയ്തു, എത്രയൊക്കെ ആർഗ്യൂ എന്ന് പറഞ്ഞാലും ബിന്നി എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. എടി, പോടി, വാടി അതൊന്നുമില്ല. അനീഷിന് കൃത്യമായ ഒരു ബോധ്യമുണ്ട്, ഇവര് ഇത്ര 50 ദിവസമായിട്ട് ഇവരെ അറിയത്തുള്ളൂ. അതിനു മുമ്പ് അവരുമായിട്ട് ഒരു പരിചയമില്ല. അപ്പൊ അങ്ങനെയുള്ളടത്ത് എടി, പോടി, വാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു അഭിസംബോധന, ആ രീതിയിലുള്ള ഒരു അഭിസംബോധന ആണുങ്ങളുമായിട്ടാണെങ്കിലും സ്ത്രീകളുമായിട്ടാണെങ്കിലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ്. അത്രയും മാന്യമായ രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്. വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കാറുള്ളത്. അതിപ്പോ ഒരു വഴക്കിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും പോയിന്റുകൾ പറഞ്ഞാണ് അനീഷ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ചോറ് വെളിയിൽ വെച്ചു, ഇത് കേസില് അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അത്രയും ചോറ് വേസ്റ്റ് ആയിപ്പോയി, അതിൽ ഉറുമ്പ് കയറി, അത് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ വെസൽ ടീമിന് പാത്രം കഴുകാനായിട്ടുള്ള ഒരു സജ്ജീകരണം അവരവിടെ ചെയ്തു കൊടുത്തില്ല. അവര് കിച്ചന്റെ ആ ഒരു സ്റ്റേഷനറി ഒന്നും ക്ലീൻ ചെയ്ത് വെച്ചില്ല. അപ്പൊ ഇതൊക്കെ ബിന്നിയുടെ ഭാഗത്ത് തന്നെയുള്ള തെറ്റാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വഴക്ക് തന്നെയാണ് ഇത്. പിന്നെ ബിന്നി നല്ല രീതിയിൽ തന്നെ വാദിക്കുന്നുണ്ട്, മനസ്സില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷ് ചോദിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എവിടെ, ഇത്ര നേരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ, പിന്നെ ചായ പോലും ഇട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫൈറ്റ്. രാവിലെ തന്നെ നല്ല രീതിയിൽ തന്നെ കത്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.